ചൈനയ്ക്ക് സൈനിക താവളങ്ങൾ ഒരുക്കാൻ അറബ് രാജ്യങ്ങൾ തയ്യാറെടുക്കുകയാണ്. ഇതിന് ഏറെക്കുറെ ധാരണയായിരിക്കുന്ന വിവരമാണ് കഴിഞ്ഞ ദിവസം മിഡിൽ ഈസ്റ്റ് മീഡിയകളും പത്രങ്ങളും ഒരേ രീതിയിൽ തന്നെ റിപ്പോർട്ടാക്കി പുറത്തുവിട്ടത്. ഏതാനും ദിവസം മുമ്പ്, അതായത് 2 ദിവസം മുമ്പാണ് സൗദി അറേബ്യയും ഇറാനും ചൈനയും ചേർന്നുകൊണ്ട് തെഹ്റാനിൽ വെച്ച് ഒരു വിപുലമായിരിക്കുന്ന കൂടിക്കാഴ്ച നടത്തി. പറയുന്നത് 2003 വർഷത്തിൽ ചൈനയും സൗദി അറേബ്യയും തമ്മിലുണ്ടാക്കിയ കരാർ വ്യവസ്ഥ പാലിക്കുന്നതുമായി ബന്ധപ്പെട്ടും അതിൻ്റെ തുടർച്ചയായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് എന്നാണ് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അതിൻ്റെ വിശദീകരണ കുറിപ്പിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് അറേബ്യൻ മേഖലകളിൽ ചൈനയ്ക്ക് സൈനിക താവളങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവസരങ്ങൾ ഒരുക്കുക എന്നുള്ളത് പ്രധാനമായിരിക്കുന്ന ഒരു ചർച്ചയായിട്ട് തന്നെ ഉരുത്തിരിഞ്ഞിരിക്കുന്നു എന്ന തരത്തിലാണ്. 2-3 കാര്യങ്ങൾ അതിനോടനുബന്ധിച്ചിട്ട് അവർ പറയുന്നുണ്ട്. അതിലൊന്ന് ഒമാനിൽ നിലവിൽ ചൈനയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്. അത് ജിദ്ദയിൽ കൂടിയിരിക്കുന്ന കഴിഞ്ഞ വർഷം 2023 ജിദ്ദയിൽ ആരംഭിച്ച ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയ്ക്ക് വേണ്ടിയിട്ട് ഒമാൻ പ്രഖ്യാപിച്ചതാണ് സൈനിക താവളങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഭൂപ്രദേശങ്ങൾ ബേസുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടും ഞങ്ങൾ വിട്ടുതരാൻ തയ്യാറാണ് എന്നുള്ളത്. അത് ഇറാൻ്റെ ഒരു പ്രതികരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറുപടിയിലാണത് പറഞ്ഞത്. നിങ്ങൾ അമേരിക്കയെ ഒഴിവാക്കിക്കൊണ്ട് മറ്റ് 3-ാം ലോക രാജ്യങ്ങളോട് സഹകരിക്കുന്ന പോലെ 3-ാം ലോക രാജ്യങ്ങളുമായിട്ട് സഹകരിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ റഷ്യയും ചൈനയും അംഗീകരിക്കുകയും വേണം. ഒരിക്കൽ പോലും അമേരിക്കയുമായിട്ട് ഉടക്കാൻ പറ്റാത്ത വിധമാണ് അവരുടെ ബന്ധങ്ങൾ അവരുണ്ടാക്കുക. അതിനുള്ള എല്ലാ രീതിയിലുള്ള ബ്ലാക്ക് സംവിധാനങ്ങളും അവർ ചെയ്യാറുണ്ട്. ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന പോലെ ഒരുതരം ഗുണ്ട ആക്റ്റാണ്. നമ്മൾക്ക് തോന്നുന്നു നമ്മളെ സഹായിക്കുമെന്ന്, എന്നാൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ അവരുടെ നയങ്ങൾക്കും നിലപാടുകൾക്കും വിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തി ചെയ്താൽ അത് അവരൊരിക്കലും അംഗീകരിക്കുകയില്ല. മാത്രമല്ല നമ്മൾക്കെതിരെ ഏത് തരത്തിൽ നീങ്ങാനും അവർ തയ്യാറാവുകയും ചെയ്യും. അത് പല ഘട്ടങ്ങളിലും കണ്ടതാണ്, നമ്മളത് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം ഘട്ടം ഘട്ടമായ രീതിയിൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് റഷ്യയോടും ചൈനയോടും ചേർന്ന് നിൽക്കണം. നമ്മുടെ സാമൂഹ്യമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കാൻ പറ്റുന്ന രാജ്യങ്ങൾ റഷ്യയാണ്, ചൈനയാണ്. അതിനോടനുബന്ധിച്ചുള്ള അനുഭാവം നിങ്ങൾ പ്രകടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിശദീകരണമായിരിക്കുന്ന ഒരു പ്രസംഗം തന്നെയാണ് ജിദ്ദ ഉച്ചകോടിയിൽ വെച്ച് ഇറാൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ഇബ്രാഹിം റൈസി അന്ന് നടത്തിയിരുന്നത്. പിന്നീട് കാലം കഴിഞ്ഞു. അതിനോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള ഇടപെടലുകൾ മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിലും മുസ്ലിം രാജ്യങ്ങളും അമേരിക്ക നടത്തി. അതോടുകൂടി ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് എന്നൊരു ബോധ്യമുണ്ടായി. പിന്നെ 2-3 സംഭവങ്ങളാണ് അറബ് രാജ്യങ്ങളെ ചൈനയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് അടുപ്പിച്ചത്. അതൊന്ന്, ഖത്തറിന് നേരെ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ആക്രമണം. അങ്ങനെയല്ല പറയുന്നത്, ഖത്തറിന് നേരെ അമേരിക്കയുടെ അനുമതിയോടുകൂടി ഇസ്രായേൽ നടത്തിയ ആക്രമണം. അതല്ലെങ്കിൽ ഇസ്രായേലിനെ കൊണ്ട് അമേരിക്ക ആക്രമിപ്പിച്ചു എന്നുള്ളതാണ്. ഈ ആക്രമിപ്പിച്ചതിൻ്റെ പശ്ചാത്തലം ഇപ്പോഴും പുറത്തു വിട്ടിട്ടില്ല. അത് ഖത്തർ പറഞ്ഞിട്ടില്ല, അമേരിക്ക പറഞ്ഞിട്ടില്ല, ഇസ്രായേലും പറഞ്ഞിട്ടില്ല. ആക്രമിച്ചിട്ടുണ്ട്. ഇസ്രായേലിലെ പ്രധാനമന്ത്രി നെതന്യാഹു ഖേദം പ്രകടിപ്പിച്ചു. അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുൻപിൽ വെച്ച് ന്യൂയോർക്കിൽ വെച്ചിട്ടാണ് ഉണ്ടായത്. ആ സമയത്ത് ഖത്തറിൻ്റെ അമീർ കൂടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ആക്രമണം നടത്തിയത് ഇസ്രായേലിൽ നിന്ന് നേരിട്ടാണ് എന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. പറയുന്ന കാര്യം അമേരിക്കയുടെ ബേസിൽ നിന്ന് തന്നെ, അതായത് ഖത്തറിൽ നിന്ന് തന്നെ ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചു എന്നുള്ളതും അന്ന് പ്രാധാന്യമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഈ ഒരു സംഭവം അറബ് രാജ്യങ്ങളെ വല്ലാത്ത രീതിയിൽ വേദനിപ്പിച്ച കാര്യമാണ്. കാര്യം അമേരിക്ക ഉണ്ടായതുകൊണ്ട് എന്ത് ഗുണം? തങ്ങളുടെ രാജ്യത്ത് ആക്രമണം നടത്തിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള ബേസുകൾ അറബ് രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് താവളങ്ങൾ പോലെ ഒരുക്കി കൊടുത്തിട്ട് പോലും തങ്ങളുടെ രാജ്യത്തിന് നേരെ മറ്റു രാജ്യത്തിന് ആക്രമണം ഉണ്ടായ സമയത്ത് പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ല, മുന്നറിയിപ്പ് നൽകാൻ സാധിച്ചിട്ടില്ല. സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു സംവിധാനം ഒരുക്കാൻ പോലും പറ്റാത്ത വിധമുള്ള ആക്രമണമായിരുന്നു ഇസ്രായേൽ തങ്ങളുടെ രാജ്യത്തിന് നേരെ ഉണ്ടാക്കിയത്. പിന്നെ അതിനുശേഷം ഇറാന് നേരെ ആക്രമണം വളരെ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്തു. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പകരം ഇസ്രായേൽ ഇറാനെയാണ് ആക്രമിച്ചത്. ഇറാൻ മേൽ അത് അവസാനിച്ചോ? ഇല്ല, അമേരിക്കയും ആക്രമിച്ചു. അങ്ങനെ വരുന്ന സമയത്ത് മുസ്ലിം രാജ്യത്തിൻ്റെ സൈനികപരമായിരിക്കുന്ന ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ അമേരിക്ക നേരിട്ട് നടത്തിയെന്ന് പറയുന്ന സമയത്ത് ഏത് തരത്തിലാണ് അവരെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളൊരു ചോദ്യവും ഇറാനും സൗദി അറേബ്യയും തമ്മിലും ഇറാനും മറ്റ് അറബ് രാജ്യങ്ങളും തമ്മിലും ഉണ്ടായിട്ടുണ്ട്, ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്.
അടുത്തൊരു വിഷയം അവർ ചർച്ച ചെയ്തു. അത് വെനിസ്വേലയുമായിട്ടുള്ള വിഷയമാണ്. 12 രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ താൻ ഇടപെട്ട് അവസാനിപ്പിച്ചു എന്ന് ഡൊണാൾഡ് ട്രംപ് പല ഘട്ടങ്ങളിൽ പറയുകയും നോബൽ സമ്മാനത്തിന് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ യോഗ്യനായത് ഞാനാണ് എന്നുള്ളത് അയാൾ നിരന്തരം അവകാശപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് ഇലക്ഷൻ സമയത്ത് വളരെ പ്രാധാന്യത്തോടു കൂടി ഈ ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഞാൻ അധികാരത്തിലേറി 48 മണിക്കൂറിനിടയിൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധവും ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അധികാരത്തിലേറിയിട്ട് ഇപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടും ഒരനക്കം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, കൂടുതൽ കഠിനമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതോടനുബന്ധിച്ചാണ് വെനിസ്വേലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. വെനിസ്വേലയ്ക്ക് 5 യുദ്ധക്കപ്പലെങ്കിലും ഈ മേഖലയിലുണ്ട്. ഈ മേഖലയിൽ നിന്ന് ഒരിക്കൽ വെനിസ്വേലയെ ആക്രമിച്ചിട്ടുണ്ട്. 24ഓളം അവിടുത്തെ ഈ മീൻപിടുത്തക്കാർ കൊല്ലപ്പെട്ടു, 42 പേര് കൊല്ലപ്പെട്ടു എന്ന് മറ്റൊരു റിപ്പോർട്ട് കാണും. 2 റിപ്പോർട്ട് അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. 2 ബോട്ടുകൾ അപ്പാടെ കത്തിക്കൊണ്ട് കടലിൽ മുങ്ങി. പിന്നീട് ഈ പറയപ്പെട്ട ഈ തൊഴിലാളികളുടെ മൃതദേഹം കടലിൽ വെച്ചാണ് കണ്ടെത്തിയത്. എല്ലായിടത്തും കിട്ടിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ തങ്ങളുടെ രാജ്യാതിർത്തികളിൽ കയറിക്കൊണ്ട് അനാവശ്യമായിരിക്കുന്ന ഇടപെടൽ നടത്തി തങ്ങളുടെ സൈനികരെ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലിച്ചവരാണ് അമേരിക്ക എന്ന് പറയുന്നത്. അതേ അമേരിക്ക വീണ്ടും യുദ്ധ സംവിധാനങ്ങളുമായിട്ട് ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നു. തങ്ങളുടെ രാജ്യം ജനാധിപത്യ സംവിധാനത്തിലൂടെ അധികാരത്തിൽ ഏറിയിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. അവരുടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടുക എന്നുള്ളത് വളരെ ഗുരുതരമായിരിക്കുന്ന തെറ്റാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചടി നൽകുക തന്നെ ചെയ്യുമെന്ന് വെനിസ്വേലൻ പ്രസിഡന്റ് പ്രതികരിക്കുകയും ചെയ്തു. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ബോംബ് സ്ഫോടനം ഉണ്ടാക്കിയത് അമേരിക്ക നടത്തിയത്. അപ്പോൾ ഇത്തരം ക്രൂരമായിരിക്കുന്ന പ്രവർത്തികളാണ് ഈ അമേരിക്ക ചെയ്യുന്നത്. ഒരു കപ്പൽ പിടിച്ചെടുത്ത കപ്പലിലെ എണ്ണ തിരിച്ചു നൽകില്ലെന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അന്താരാഷ്ട്ര പാതയിലാണെന്ന് അമേരിക്ക പറയുന്നു, തങ്ങളുടെ അതിർത്തി പാതയിലാണെന്ന് വെനിസ്വേല പറയുന്നു. അങ്ങനെ രാജ്യത്തിൻ്റെ അകത്ത് കടന്ന് കയറിക്കൊണ്ട് വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി അല്ലാതെ ഏതൊരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക പരിഹരിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പോലും സാധിക്കുകയില്ല. അടുത്ത ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്നാൽ സുഡാനെക്കുറിച്ചും. സുഡാൻ, സിറിയ, ലെബനാൻ, യമൻ ഈ 4 രാജ്യങ്ങളിലും അമേരിക്കയുടെ ഇടപെടൽ നടത്തിയ രാജ്യമാണ്. സിറിയ അട്ടിമറിയപ്പെട്ടു. ഈ ബഷർ അൽ അസദ് അപ്രതീക്ഷിതമായ രീതിയിൽ രക്ഷപ്പെട്ടത് കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു പോയി എന്നല്ലാതെ, അതും ഈ റഷ്യയുടെ സംരക്ഷണത്തിലായതുകൊണ്ട് മാത്രം. മറ്റേതെങ്കിലും വിമാനത്തിലായിരുന്നു രക്ഷപ്പെട്ടിരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക വെടിവെച്ച് തകർക്കുമായിരുന്നു. അങ്ങനെ അയാളെ പോലും അപ്രത്യക്ഷമാക്കുന്ന രീതി, ഇല്ലാതാക്കുന്ന രീതിയിൽ പ്രവൃത്തി ചെയ്യുമായിരുന്നു. ലിബിയയിൽ എങ്ങനെയാണോ ചെയ്തത് കേണൽ ഗദ്ദാഫിയെ, സമാനമായിരിക്കുന്ന രീതിയിൽ സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസാദിനെ ചെയ്യുക എന്നുള്ളത് അമേരിക്കയുടെ ഉദ്ദേശമായിരുന്നു. അതിൽ പിന്നെ റഷ്യ ഇടപെടുന്ന സമയത്ത് റഷ്യയുടെ വിമാനത്തിന് വെടിവെച്ചുകൊണ്ട് ഈ സിറിയയുടെ പ്രസിഡന്റ് മരണപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ പിന്നീട് നേരിട്ടുള്ളൊരു യുദ്ധം റഷ്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടാവുമെന്ന് ഭയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അന്ന് അസദ് രക്ഷപ്പെട്ടതെന്ന് ചുരുക്കം. റഷ്യയിൽ ആഭ്യന്തരം ഇപ്പോൾ റഷ്യയിലാണുള്ളതെന്ന് നമുക്കറിയാവുന്നതാണ്. ആ രാജ്യം അട്ടിമറിച്ചതിന് ശേഷം അവിടെ എന്ത് സമാധാനമാണ് ഉണ്ടായത്? ഇപ്പോഴും ആഭ്യന്തര വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. പരമാവധി മേഖലയിലൊക്കെ ഇസ്രായേൽ പിടിച്ചെടുക്കുന്നു. ഗോലാൻ കുന്നുമായി ബന്ധപ്പെട്ട 3 മേഖലയും ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ്. അതിനുശേഷം പല ഗ്രാമത്തിലേക്ക് അവർ ഇറങ്ങി ചെന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്നു. സുഡാനിലെ ആഭ്യന്തര കലാപത്തിൽ അമേരിക്ക ഒരു പക്ഷം ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ആയുധ സംവിധാന സഹായങ്ങൾ നൽകുന്നതോടുകൂടി അവിടെ രൂക്ഷമായിരിക്കുന്ന വിഷയം ഉണ്ടാകുന്നു. 100,000 അഭയാർത്ഥികൾ സുഡാനിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണത്താൽ എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ലെബനാനിൽ നമുക്കറിയാം നല്ലൊരു ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ ഇടപെടൽ നടത്തിക്കൊണ്ട് അവിടെ നടത്തിയിരിക്കുന്ന പേജർ സ്ഫോടനം ദുരന്തങ്ങളും എല്ലാം അമേരിക്കയുടെ ഒത്താശയോടും അമേരിക്കയുടെ അറിവോടും കൂടിയാണ് ഈ പ്രവർത്തിച്ചത്. അതും മുസ്ലിം രാജ്യമാണ്. യമനിൽ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് അമേരിക്കക്ക് റോള്? അമേരിക്കക്ക് അവിടെ കടലില്ല. യമൻ്റെ അതിർത്തി അവരുടെ അവകാശത്തിൽപ്പെട്ടതാണ്. പിന്നെ അന്താരാഷ്ട്ര പാതയാണുള്ളത്. അന്താരാഷ്ട്ര പാതയിൽ വേണമെങ്കിൽ അമേരിക്കക്ക് പോകാൻ വരാൻ വിഷയമൊന്നുമില്ല. പക്ഷേ ചെയ്തത് അതല്ല. യമൻ്റെ അതിർത്തി കടന്നുകൊണ്ട് യമനിലേക്ക് കയറി അവിടുത്തെ സൈനികരെ വെടിവെച്ച് കൊല്ലുന്ന രീതിയിലുള്ള പ്രവൃത്തിയിലേക്ക് അമേരിക്ക തിരിഞ്ഞു. അപ്പോൾ യമന്, ലെബനാൻ,
സിറിയ, സുഡാൻ 4 രാജ്യങ്ങൾ ഇങ്ങനെ. ഇറാനും ഇറാഖും ആക്രമിക്കപ്പെട്ടു. വെനിസ്വല ഇപ്പോൾ ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. എവിടെയാണ് യഥാർത്ഥത്തിൽ ന്യായപരമായിരിക്കുന്ന ഒരു പ്രവൃത്തി അമേരിക്ക ചെയ്യുന്നത്? എങ്ങനെയാണ് അവരെ വിശ്വസിക്കാൻ വേണ്ടി പറ്റുക? മുമ്പ് ഇറാൻ പറഞ്ഞത് എന്താണോ ഇബ്രാഹിം റൈസി പറഞ്ഞത് അത് അക്ഷരം പ്രതി ശരിയായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തങ്ങൾക്ക് സുരക്ഷിതമായിരിക്കുന്ന സംവിധാനം വേണമെങ്കിൽ തങ്ങളുടെ ദേശത്ത് സൈനികപരമായിരിക്കുന്ന ശക്തിയുള്ള ഒരു ബദൽ സംവിധാനം അമേരിക്കക്കെതിരെ വേണം. അത് ചൈനയാണ് ഉത്തമം. ആയതിനാൽ സൈനികമായിരിക്കുന്ന താവളങ്ങൾ അല്ലെങ്കിൽ ബേസുകൾ ചൈനയ്ക്ക് അനുവദിക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നു. ഓരോ രാജ്യം പ്രസ്താവന ഇറക്കിയിട്ടില്ലെങ്കിൽ പോലും അത് യഥാർത്ഥത്തിൽ അത് തുടർന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും അത് സാധ്യമാകും എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.